ഈ വിഷയം എന്താ പറയാ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസും പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പും അതിനപ്പുറം ഒരു ഇഞ്ച് മുഖ്യമന്ത്രിക്ക് നീങ്ങാൻ കഴിയില്ല. SFIയുടെ തീരുമാനം വരുന്നുണ്ട്, ഒന്നും വരാനില്ല. നമുക്കറിയാം ഏത് തലത്തിലേക്കാണ് ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് BJPയുടെ ഏറ്റവും വളരെ സംസ്ഥാനത്തെ വളരെ ഉന്നതനായ നേതാവ് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ട്രെയിനിലുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന ചെറിയൊരു സൗഹൃദ വ്യക്തി കൂടിയാണ്. അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, അന്ന് കേരളത്തിലെ രാഷ്ട്രീയം ഞാൻ ഒരു 3-4 മണിക്കൂർ ഏതായാലും ഫ്രീ ആണ് എന്ന് സംസാരിച്ചത്. അന്ന് അദ്ദേഹം എന്നോട് കാര്യം പറഞ്ഞിരുന്നു, നിങ്ങൾ നോക്കിക്കോ, ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ നിങ്ങളുടെ CPM ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കൂടി CPM-നെ കൈവിട്ടാൽ പിന്നീട് ഞങ്ങൾ തമ്മിലൊരു ധാരണയിൽ പോകും. 2026 തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കൊരു 5 തൊട്ട് 10 സീറ്റ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഞങ്ങൾ ധാരണയുണ്ടാക്കും. ഞങ്ങളുടെ ലക്ഷ്യം 2031 ഭരണമാണ്. അത് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടില്ല, അതിന് മുമ്പാണ്. ഞാൻ ഓരോ ഘട്ടത്തിലും ഇതിങ്ങനെ ആ പറഞ്ഞ വാക്കുകൾ അദ്ദേഹം പറഞ്ഞത് ഞാനിങ്ങനെ റിവൈൻഡ് ചെയ്ത് കേൾക്കും. അതേ സ്റ്റെപ്പിലൂടെയാണ് ഇപ്പോ CPM യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ റിസൾട്ട് വന്നതിന്റെ പിറ്റേ ദിവസം തുടങ്ങിയതാണ് ഈ ന്യൂനപക്ഷ വിരോധം ആവർത്തിച്ച് CPM-ന്റെ പല ലീഡർഷിപ്പും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. എന്തിനാണ് പറയുന്നത്? ഈ വിഷയത്തില് അജിത് കുമാറുമായി ബന്ധപ്പെട്ട്, ശശിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഖ്യമന്ത്രി എന്നെ തള്ളിപ്പറയുന്ന ഘട്ടം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒറ്റതിരിഞ്ഞ് മാറി നിന്നപ്പോ ആദ്യം പറഞ്ഞെന്താ, എന്റെ സമ്മേളനങ്ങളിൽ മുഴുവൻ പങ്കെടുക്കുന്ന ആളുകൾ ഈ പറയുന്ന മുസ്ലിം തീവ്രവാദികളാണ്. 1000-ങ്ങളും 10,000-ങ്ങളും പങ്കെടുത്ത മീറ്റിങ്ങുകളിൽ ചിലപ്പോൾ മുസ്ലിം തീവ്രവാദികൾ. അത് കഴിഞ്ഞ് ഇപ്പൊ ഏറ്റവും അവസാനം വയനാട്ടിലെ സംഭവം എന്താ? 2 ദിവസം മുമ്പ് പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് വിജയരാഘവന്റെ സ്റ്റേറ്റ്മെന്റ് എത്ര ഗൗരവതരമാണ്. അവിടെ വോട്ട് ചെയ്ത കേരളത്തിൽ CPM-നല്ലാതെ വോട്ട് ചെയ്യുന്ന എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണ് എന്ന് പച്ചക്ക് പറയുന്നത്, വളരെ പച്ചക്ക്. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഒരു മറയുമില്ലാതെ പറയാണ്. ഹിന്ദുത്വ തീവ്രവാദത്തെ CPM-നോട് അടുപ്പിക്കാൻ ഓരോ ഗ്യാപ്പും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ 7 മാസമായിട്ട്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം CPM-ന്റെ നേതാക്കന്മാർ വലിയ പ്രശ്നങ്ങൾ ചർച്ചയാകുമെന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ ഹോൾഡ് ചെയ്ത് നിർത്തിക്കൊണ്ടാണ് സ്ക്രീനിങ് കമ്മിറ്റി എന്ത് ചെയ്യുന്നത്? അജിത് കുമാറിന് ക്ലിയറൻസ് കൊടുക്കുന്നത്. പത്രക്കാരൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട നിങ്ങളുടെ ബുദ്ധി കൂടി ഉപയോഗിച്ച് ആലോചിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ആരാണ് ഈ സ്ക്രീനിങ് കമ്മിറ്റിയിലുള്ളത്? ചീഫ് സെക്രട്ടറി കഴിഞ്ഞാൽ പോലീസ് സീനിയർ ADGP ഉദ്യോഗസ്ഥരാണ്. അതിൽ വിജിലൻസിന്റെ ഡയറക്ടർ ഉണ്ട്. ആ വിജിലൻസിന്റെ ഡയറക്ടറുടെ കീഴിലുള്ള SP-മാരും DYSP-മാരുമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അപ്പം ഇതിലൊരു ഉദ്യോഗസ്ഥൻ സത്യസന്ധമായ നിലപാടെടുത്തപ്പോ ആ ഉദ്യോഗസ്ഥരെയും കൂടി തലക്കടിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? വിജിലൻസിന്റെ ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ക്ലിയറൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഈ കേസ് ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നും കഴിയാൻ പോകുന്നില്ല. ഈ പറയുന്ന അജിത് കുമാറിനെ തൊടാൻ പിണറായി വിജയന് സാധിക്കില്ല. അജിത് കുമാറിന് എതിരെ ഒരു നടപടി സ്വീകരിച്ചാൽ അജിത് കുമാർ മുഖ്യമന്ത്രി പിണറായി വിജയനെ കൊണ്ടുപോകും. അജിത് കുമാറൊക്കെ വീട്ടിലേക്ക് പോകുന്ന ആരും കരുതണ്ട. അജിത് കുമാർ വീട്ടിലേക്ക് പോകുമ്പോൾ അജിത് കുമാറിന്റെ കയ്യിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ ഒരു കൈ ഉണ്ടാവും. അവിടെയാണ് ഈ കാര്യങ്ങൾ നിൽക്കുന്നത്. ഇന്നിപ്പോ പൂരം കലക്കിയ വിഷയം എന്താ റിപ്പോർട്ട് ഇപ്പൊ നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടല്ലോ. അവിടെ
തിരുവമ്പാടി ദേവസ്വം പൂരം കളിക്കുന്നത് എങ്ങനെയുണ്ട്? പൂർണ്ണമായിട്ടും ഓരോ ഘട്ടത്തിലും ഈ റിപ്പോർട്ട് ഇനി കോടതിയിൽ കൊടുത്തെങ്കിൽ നമുക്ക് സ്ഥിരപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ട കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാം പോട്ടെ, റിദാൻ ബാസിൻ കേസ് അവിടെ നിൽക്കട്ടെ, സ്വർണ്ണക്കള്ളക്കടത്ത് അവിടെ നിൽക്കട്ടെ, ഈ പറയുന്ന ഞാൻ ഉന്നയിച്ച മറ്റു പരാതികൾ അവിടെ നിൽക്കട്ടെ, അദ്ദേഹത്തിന്റെ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് ഞാൻ കൃത്യമായി കൊടുത്ത ഡോക്യുമെന്റ് 33,80,000 അദ്ദേഹം എന്ത് വാങ്ങുന്നു? ഫ്ലാറ്റ് വാങ്ങുന്നു. 10 ദിവസം കഴിഞ്ഞ് 65 ലക്ഷത്തിന് കൊടുക്കുന്നു. 33,80,000 രൂപ റൊക്കമായി പണമായി കിട്ടിയെന്നാണ് ആധാരത്തിൽ എഴുതിയിരിക്കുന്നത്. വാങ്ങുമ്പോ വിൽക്കുമ്പോഴും അതേപോലെ തന്നെയാണ്. സർക്കാർ അക്കൗണ്ടിൽ നിയമപരമായിട്ട് മുടക്കേണ്ട ഒരു പൈസ മുടക്കിയിട്ടില്ല. പരിപൂർണമായും ഒരു കള്ളപ്പണ ഇടപാട്. ആ ഒരൊറ്റ കാര്യം മതി ഈ പറയുന്ന ഇപ്പൊ ഈ അന്വേഷണം റിപ്പോർട്ട് കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഇതിന് ഉത്തരം പറയേണ്ടി വരും. നമുക്ക് തന്നെ കൈ കഴുകി കളയാൻ പറ്റുന്ന കാര്യങ്ങളല്ല ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞിട്ടുള്ളത്. ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ കോടതിയെ ഡയറക്റ്റായിട്ട് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ പരാതിയിലും കൊടുത്ത തെളിവുകളിലുമുണ്ട്. ഏതൊരു സാധാരണ മനുഷ്യനും 10 മിനിറ്റ് കൊണ്ട് മനസ്സിലാകുന്നതിന് തെളിവുകൾ കൊടുത്തു.